നമ്മൾ കുട്ടിക്കാലം എന്ന് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്ന ഏതെങ്കിലും പാട്ടുകളുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ഉപ്പാക്ക് 2-3 പാട്ടുകൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടുകളാണ്. മിസിരിയിലെ രാജൻ അസീസിൻ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളിരാജാത്തി ഇശക്കക്കടലിൻ്റെ മുസ പോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യൂസഫ് നബിയിൽ നിറഞ്ഞല്ലോ. ഇതിൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. ഞാൻ ചായ അടിക്കുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കേട്ടിരുന്നൊരു പാട്ട്. പിന്നെ അതുമാതിരി മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി മാനത്തോദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തി ഏതാണീ രാജാത്തി. ഒരു പക്ഷേ ഇത് രണ്ടും രാജ്ഞികളെയും രാജാത്തികളെയും അല്ലെങ്കിൽ ആ ഒരു പ്രിൻസസ് പല ഇസ്ലാമിക ചരിത്രത്തിൽ അകപ്പെട്ട ഒരുപാട് വീര നേതാക്കന്മാരെയും അവരുടെ പത്നികളൊക്കെ കുറിച്ചിട്ടുള്ള പാട്ടുകളാണ്. ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് എസൻസിനെയാണ് മങ്ക എന്ന് പറഞ്ഞ പാട്ടിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പ്രിൻസസ് അല്ലെങ്കിൽ ആ ഒരു രാജ്ഞിപ്പട്ടം അലങ്കരിക്കുകയാണെങ്കിൽ അവൾക്ക് വേണ്ട കുറച്ച് ഇന്ത്യയുടെ പക്ഷെ മലബാറിൽ ജീവിച്ചവർക്കാർ അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന ഒരു മതത്തിൽ നിന്നും വന്ന ഒരു ഏതൊരു വ്യക്തിക്കാണെങ്കിലും എസ്പെഷ്യലി മലബാർ ആവുകയാണെങ്കിൽ അറബിക്, അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ഈവൻ ഉറുദു. അറബി മലയാളം എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഉറുദുവിൽ തന്നെ അറബിക്ക് എഴുതുന്ന പരിപാടി ഹിന്ദിയിൽ എഴുതുന്ന അല്ലെങ്കിൽ ഇതിൽ എഴുതുന്നതാണ് ഈ പറഞ്ഞ സംഭവം. സോ ഇത് മദ്രസയിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാണ്. സോ ഇത്രയധികം ഉള്ളതിൽ ഇപ്പം ഞാൻ പല പാട്ടുകളിൽ ഉപയോഗിക്കുന്ന, ഞാൻ അത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയില്ല, പക്ഷെ ഇത് ഉള്ളിൽ നിൽക്കുന്നവർക്ക് ഇത് ഭയങ്കര ഈസി ലഘുവാണ്. ഇപ്പം ജന്നത്തിൻ്റെ ഒരുത്തിൽ എന്ന് പറഞ്ഞാൽ ജന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം. ജന്നത്ത് സ്വർഗം, അതൊരു അറബിക്കും ഹിന്ദിയും കൂടി ഉണ്ട്. നൂറ് എന്ന് പറഞ്ഞാൽ നൂറ് മലയാളത്തിൽ വരുമ്പോ 100 നൂറ് എന്ന് പറഞ്ഞ പ്രകാശം. സോ 100 മെനഞ്ഞൊരു 100 തികഞ്ഞൊരു വേദനക്കായൽ ഇത് എന്ന് പറയുമ്പോ ദാറ്റ്സ് ഡിഫറെന്റ്. ഞാനെന്തോ ഉദ്ദേശിച്ചത് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞാലല്ലേ ആൾക്കാർക്ക് അറിയുള്ളൂ. സോ അറബിക്കും മലയാളം കൂടി മിക്സ് ചെയ്ത ഒരു കൈൻഡ് ഓഫ് സംഭവമാണ് പലപ്പോഴും മലബാറി ഭാഷകളിൽ വളരെ വലിയ തോതിൽ പെന്നിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബഷീർ എന്ന് പറയുന്ന ആ ഒരു അതുല്യ കലാകാരൻ ഉപയോഗിച്ച പല വേർഡുകൾക്കും അർത്ഥങ്ങളില്ല. ഇപ്പൊ ഞാൻ ജിഗുഡുൽ ഗുലാബി അല്ലെങ്കിൽ തത്തുൽ ഭിത്തി, ഇതൊക്കെ ഞാനും എൻ്റെ ഇക്ബാലിന്റെ നാട്ടിലെ സുഹൃത്തൊക്കെ കൂടി അങ്ങനെ ഞങ്ങൾ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കും പല വാക്കുകളുണ്ട്. ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്ന പല വേർഡുകളും എൻ്റെ ഉള്ളിലുള്ള വ്യക്തികൾക്കറിയാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലബാറിൻ്റെ എസൻസിനാണ് എവിടെയും പോപ്പായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്.